ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനത്തിൻ്റെ 12ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളെയും അതിലേക്ക് സ്വാഗതമരുളുന്നു. നമുക്കിന്ന് പാരായണം ചെയ്ത് പഠിക്കുവാനുള്ള ഭാഗം ഉത്തരരാമായണം 2ാം അധ്യായത്തിൽ 1018 വരി മുതലാണ് രാവണമോചനം. രാവണൻ ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. ആരുടെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. മാഹിഷ്മതി രാജാവായ കാർത്തവീരാർജുനന്റെ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ ജയിക്കാനായിട്ട് പോയതാണ്. നിഷ്പ്രയാസം അദ്ദേഹം രാവണനെ പരാജയപ്പെടുത്തി കാരാഗൃഹത്തിൽ അടച്ചു. ബ്രഹ്മപുത്രനായ ആ ബ്രഹ്മർഷിയായ പുലസ്ത്യൻ തൻ്റെ പൗത്രനെ മോചിപ്പിക്കുവാൻ വേണ്ടി ഹേഹേ രാജ്യത്തെത്തി. കാർത്തിവരാർജുനൻ അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തി. അനന്തരം അദ്ദേഹം വന്ന കാര്യം പറയാൻ തുടങ്ങുകയാണ്. ഇനി നമുക്ക് പാരായണം ചെയ്യാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. മന്ദസ്മിതം ചെയ്തരുൾ ചെയ്തു താപസൻ ഇന്ദുകുലോദ്ഭവന്മാർക്കിതുപന്നം. അന്യൂനവീര്യബലാദികളോടും നീ നന്നായി സുഖിച്ചു വസിക്ക പലകാലം. പുലസ്ത്യമുനി കാർത്തിവരാർജുനോട് പറയുകയാണ്, അതും പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മന്ദസ്മിതം ചെയ്തരുൾ ചെയ്തു താപസൻ ഇന്ദുകുലോദ്ഭവൻ. ഇന്ദു ചന്ദ്രൻ, ചന്ദ്രകുലത്തിൽ പിറന്നവനായിരിക്കുന്ന അല്ലയോ രാജാവേ, നിനക്ക് ഇത് ഉപപന്നമാണ്. എന്താണ് ഉപപന്നം എന്ന് പറഞ്ഞാൽ യോജിച്ചതാണ്, എല്ലാം കൊണ്ടും യോജിച്ചതാണ്. എന്താണ്? അന്യൂനവേര്യബലാദികളോടും നീ നന്നായി സുഖിച്ചു വസിക്ക പല കാലം. എന്താണ് യോജിച്ചത്? ഈ ബ്രഹ്മർഷിയായ പുലസ്ത്യമുനി വന്നു, അദ്ദേഹത്തെ പൂജിച്ച് സൽക്കരിച്ച് ആദരിച്ചിരുത്തി. അതൊന്ന്. പിന്നെ രാവണനെ, അധർമ്മിയായ രാവണനെ ജയിച്ചതും വളരെ യോജിച്ചത് തന്നെയാണ് എന്ന് അർത്ഥഗർഭമായിട്ട് പരോക്ഷമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് നീ വളരെ കാലം ഇതുപോലെ തന്നെ വീരശൂരപരാക്രമിയായിട്ട് സുഖമായിട്ട് കഴിയുക എന്ന വരവും കൊടുത്തു. വരാനിധിയെയും പർവ്വതം തന്നെയും ഘോരനാം രാവണൻ തന്നുടെ ആജ്ഞയാൽ ഏതും അറിയാതെ നിർത്തുന്നവനെ നീ പാദപ്രകാരേണ ശീഘ്രം ജയിച്ചതും എത്രയും അദ്ഭുതമെന്നേ പറയാവൂ. ഭക്ത്യനത്യന്തമിഷ്ടൻ ഭവാനാകയാൽ. നോക്കൂ അർജുന എന്നിവിടെ പറഞ്ഞത് കാർത്തിവീരാർജുനന്റെ കാര്യമാണ് പറയുന്നത്. രാവണൻ ഘോരനാണെന്നുള്ള കാര്യം സംശയമില്ല. അവൻ ഇനിയും പർവ്വതമാണെങ്കിലും ശരി, കടലായാലും ശരി, എന്തൊക്കെ ആയാലും അവൻ്റെ ആജ്ഞ കൊണ്ട് അനങ്ങാതെ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള
ആ രാവണനെ പാദപ്രഹാരേണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാദപ്രഹാരണം എന്ന് പറഞ്ഞാൽ കാലുകൊണ്ടുള്ള തൊഴുകാണ്. പക്ഷെ ഗത കൊണ്ടുള്ള അടിയെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും ഇവിടെ പാദപ്രഹാരേണ ശീഘ്രം ജയിച്ചു. അങ്ങനെയുള്ള ആ രാവണനെ നീ കാലുകൊണ്ടൊരു പ്രഹരം കൊടുത്ത് അവനെ ജയിച്ചു. വളരെ അത്ഭുതമായി പോയി. നിന്നേക്കാൾ ശക്തൻ ഇപ്പോൾ 3 ലോകത്തിലും വേറെ ആരുമില്ലെന്ന് വന്നിരിക്കുന്നു. ഭക്തൻ അത്യന്തമിഷ്ടൻ ഭവാനാകയാൽ നീ നല്ലൊരു ഭക്തനാണ്, എനിക്ക് അത്യന്തം ഇഷ്ടനായുള്ളവനുമാണ്. അതുകൊണ്ട് പൗത്രനെനിക്കു ദശാസ്യനവന നീ യാത്രയാക്കേണം എന്നോടുകൂടെ പ്രഭോ. നിന്നോടൊന്ന് അപേക്ഷിക്കുന്നു. മഹാപാപിയാണെങ്കിലും അധർമ്മിയാണെങ്കിലും അവൻ എൻ്റെ പൗത്രനാണ്, പുത്രൻ്റെ പുത്രനാണ്. അവനോട് എനിക്ക് വാത്സല്യമുണ്ട്. അതുകൊണ്ട് അവൻ്റെ തെറ്റുകൾ മാപ്പാക്കി നീ അവനെ എൻ്റെ കൂടെ അയക്കണം. എന്ന നേരത്തെഴുന്നേറ്റു മഹീപതി ചെന്നുടൻ കെട്ടുമഴിച്ചു വിട്ടാദരാൽ. യാതൊരു അക്ഷരവും പറയാൻ പോയില്ല. പുലസ്ത്യമുനി പറഞ്ഞത് കേട്ടിട്ട് ഉടൻ തന്നെ പോയിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് രാവണനെ കെട്ടഴിച്ചു വിട്ടു. അഭ്യംഗസ്നാനാദി ഭോജനവും കൊടുത്തു ഉത്പന്നമോദേന വസ്ത്രാഭരണങ്ങൾ ആലേപനാദികൾ കൊണ്ടും അലങ്കരിച്ചാലസ്യവും തീർത്തയച്ചാൻ മുനിയോടും. കാരാഗ്രഹത്തിൽ നിന്ന് കെട്ടഴിച്ചു വിട്ടതിന് ശേഷം അഭ്യംഗസ്നാനാദി എണ്ണ തേച്ച് കുളിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് കൊടുത്തു. പിന്നെ വിശിഷ്ട ഭോജനവും കൊടുത്തു. സന്തോഷത്തോടു കൂടി ഉത്പന്നമോദേന അത്യധികം സന്തോഷത്തോടു കൂടി വസ്ത്രാഭരണങ്ങൾ, രാജകീയമായ വസ്ത്രാഭരണങ്ങൾ തന്നെയാണ് കൊടുത്തത്. പിന്നെ ആലേപനാദികൾ കൊണ്ടും അലങ്കരിച്ച് അലങ്കാരങ്ങളൊക്കെ കൊടുത്തു. ചന്ദനം, ഭസ്മം, കുങ്കുമമൊക്കെ ലേപനം ചെയ്യാൻ കൊടുത്തു. സുഗന്ധദ്രവ്യങ്ങൾ കൊടുത്തു കാണും. ഒക്കെ അവിടെ രാജകീയമായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അതിനുള്ള അലങ്കാരങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ആ രാവണനെ തൻ്റെ മുത്തച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ലജ്ജയാ 10 വസ്ത്രങ്ങളും താഴ്ത്തി നിന്ന അർജുനൻ തന്നോടു യാത്രയും ചൊല്ലിനാൻ. താൻ ചെയ്തു പോയത് തെറ്റാണെന്നുള്ള ആ ബോധം വന്നപ്പോൾ രാവണന് ലജ്ജ തോന്നി. 10 തലകളും ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് ആ കാർത്തിവ്യാർജുനോട് യാത്ര പറഞ്ഞു. മുത്തച്ഛനെ ചെന്ന് അഭിവാദ്യവും ചെയ്തു മത്തനാം രാവണൻ നിർഗമിച്ചിടിനാൻ. മുത്തച്ഛനായ പുലസ്ത്യമുനിയെ ചെന്ന് നമസ്കരിച്ചു. എന്നിട്ട് മത്തനാം രാവണൻ നിർഗമിച്ചിടിനാൻ. രാവണന്റെ മത്ത് പോയിട്ടില്ല, അതെല്ലാം നമുക്കറിയാം. അർജുന ഭൂപനാശീർവാദവും ചെയ്തു വിജ്വരനായെഴുന്നള്ളി മുനീന്ദ്രനും. കാർത്തിവ്യാർജുനനെ ആശീർവദിച്ചിട്ട് പുലസ്ത്യമുനി വിജ്വരനായി എഴുന്നള്ളി എന്ന് പറഞ്ഞാൽ ദുഃഖമെല്ലാം തീർന്നവനായിട്ട് തൻ്റെ പൗത്രൻ ഇങ്ങനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ളത് ആർക്കായാലും സുഖമുള്ള വാർത്തയല്ല. അപ്പം ആ ദൈന്യതയൊക്കെ മാറി അദ്ദേഹം സന്തോഷവാനായിട്ട് പോയി. പങ്ക്തിമുഖാനുജന്മാരും ആശുവന്നന്തികേ
നിന്നു തൊഴുതാർദശാസ്യനെ. വിവരമൊക്കെ അറിഞ്ഞ എല്ലാ രാവണൻ്റെ ബന്ധുമിത്രാദികളൊക്കെ സേനാപതികളും ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവരെല്ലാം ചെന്ന് രാവണനെ നമസ്കരിച്ചു. പുഷ്പകമായ വിമാനവും ആദരാൽ പിൽപ്പാടു ചന്ദ്രഹാസത്തെയും നൽകിനാൻ. കാർത്തിവരാർജുനൻ രാവണൻ്റെ പുഷ്പക വിമാനവും ചന്ദ്രഹാസവും ഒക്കെ തിരിച്ചു കൊടുത്തു. കാർത്തവീരാർജുനൻ അപ്പോൾ ദശാനനൻ ആർത്തിയും തീർന്നു പിതാമകൻ തന്നോടും സേതു മുറിച്ചു വിട്ടോരു മഹാനദി വിമോദേന വേഗാൽ കടന്ന പോലെ തഥാ. ഇവിടെ ഒരു ഉപമയാണെന്ന് തോന്നുന്നു. എന്തായാലും അവയൊക്കെ ചന്ദ്രഹാസം എടുത്തു, പുഷ്പക വിമാനത്തിൽ കയറി തൻ്റെ മുത്തച്ഛനോട് കൂടി സേതു മുറിച്ചു വിട്ടൊരു മഹാനദി, ചിറകെട്ടി നിർത്തിയിരുന്ന ആ മഹാനദി എങ്ങനെയാണോ ആ ചിറ അങ്ങോട്ട് തുറന്നു വിടുന്നത്, അത്ര സ്പീഡിലാണ്, അത്ര വേഗതയിലാണ് രാവണൻ യാത്രയായത്. നിർഗമിച്ചിടിനാൻ അന്നേരം അന്തികേ കിഷ്കിന്ധയാം നഗരം കണ്ടതു നേരം. വിഗ്രഹത്തിങ്കൽ ജയിക്കേണമിന്നുടൻ ഉഗ്രനാം ബാലിയെന്നു നിനച്ചവൻ യുദ്ധത്തിനാശു പുറപ്പെട്ടു ചെന്നുടൻ വൃത്രാരിപുത്രനെ ചെന്നു വിളിച്ചപ്പോൾ താരനാം വാനരവീരനതു കേട്ടു ശൂരനാം രാവണനോടു ചൊല്ലിടിനാൻ. അങ്ങനെ തിരിച്ച് ലങ്കയിലേക്ക് പോവുകയാണ്. അവിടുന്ന് ശുഷ്കവദനനായി തലയും താഴ്ത്തി ലജ്ജയോടുകൂടി ഇറങ്ങിയ രാവണന്റെ സ്ഥിതി ഇപ്പോൾ നോക്കൂ. കിഷ്കിന്ധ നഗരി കണ്ടപ്പോൾ അവിടുത്തെ രാജാവായ ബാലിയെ ജയിക്കണം, വിഗ്രഹത്തിൽ യുദ്ധത്തിൽ ജയിക്കണമെന്ന് വീണ്ടും ഉള്ളിൽ തോന്നി. ഇങ്ങനെയാണ് നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത്. പല അബദ്ധങ്ങൾ വന്നാലും പഠിക്കുകയില്ല. അപ്പോൾ വിചാരിക്കും ഇനി ഇങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും പോകരുത്. പക്ഷെ വീണ്ടും അതൊക്കെ മറക്കും. നമ്മൾ എന്താ പറയുന്നത്, ലൗകിക ജീവിതത്തിൽ മുഴുകുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടും. സർവ്വസാധാരണമാണ് അത്. മായ എന്നെല്ലാവരും പറയും. മായ തന്നെയാണ്, മായ യവനികയാണെന്ന് മാത്രം. അജ്ഞാനമാകുന്ന മായ കൊണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ജ്ഞാനം അകലണം, ആത്മജ്ഞാനം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ആ ആത്മജ്ഞാനം ഇതുവരെ രാവണന് ഉണ്ടായില്ല എന്നതുകൊണ്ട് വീണ്ടും തൻ്റെ പരാജയവും തനിക്ക് സംഭവിച്ച ആപത്തുകളൊക്കെ മറന്നിട്ട് ബാലിയെ ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കിഷ്കിന്ധ നഗരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ചെന്നിട്ട് യുദ്ധത്തിനാശു പുറപ്പെട്ടു ചെന്നുടൻ വൃത്രാരിപുത്രനെ ചെന്ന് വിളിച്ചപ്പോൾ വൃത്രാസുരന്റെ ശത്രുവായ ഇന്ദ്രന്റെ പുത്രനായ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. താരനാം വാനരവീരൻ, താരയുടെ പുത്രനായ അംഗദൻ, ബാലിപുത്രൻ തന്നെയാണ്. ബാലിയുടെയും താരയുടെയും പുത്രനാണ് അംഗദൻ. അംഗദൻ ചെന്നിട്ട് രാവണനോട് പറയുകയാണ്, ഇപ്പോൾ ഇവിടെയില്ലല്ലോ കപീശ്വരൻ, അല്പനേരം പാർക്ക നക്തഞ്ചരാധിപ. അങ്ങ് യുദ്ധത്തിന് വന്ന് യുദ്ധകാഹളമൊക്കെ മുഴക്കിയത് നന്നായി. പക്ഷെ ഇപ്പോൾ കപി രാജൻ ഇവിടെ ഇല്ല. ഒരല്പനേരം കഴിഞ്ഞാൽ വരും. അതുവരെ ഒന്ന് അങ്ങ് സഹിക്കുക, അതുവരെ ക്ഷമിച്ചിരിക്കുക.
സിന്ധുക്കൾ നാലിലും ചെന്നു കുളിച്ചവൻ സന്ധ്യാഭിവന്ദനം ചെയ്തു വരുമിപ്പോൾ. സിന്ധുക്കൾ നാലിലും 4 സമുദ്രത്തിലും പോയിട്ട് സന്ധ്യാതർപ്പണം ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വരും. പ്രഹരം മാത്രം പാർത്തുകൊള്ളുക. അരക്ഷണം മാത്രം അത് മതി ബാലിക്ക് പോയി തർപ്പണം ചെയ്തു വരാൻ. അത്രയ്ക്ക് വേഗതയിലാണ് അദ്ദേഹം ഓരോ സമുദ്രത്തിലേക്കും ചാടിക്കടന്ന് തർപ്പണം ചെയ്തു വരുന്നത്. അപ്പോൾ അല്പനേരം അങ്ങ് കാത്തുകൊള്ളുക. പാർത്തുകൊള്ളുക യുദ്ധത്തിനായി വന്ന നക്തഞ്ചര പ്രഭോ. യുദ്ധം ചെയ്യാനായിട്ട് വലിയ ജയിക്കാനായിട്ട് വന്ന രാക്ഷസവീര, ഒരല്പനേരം, ഒരനിമിഷം അങ്ങ് പാർക്കുക, അങ്ങ് കാക്കുക, അങ്ങ് ക്ഷമിക്കുക. പണ്ടും ഈ വണ്ണം പലരും മതിച്ചു വന്ന അണ്ടർഗോൻ പുത്രനോടേറ്റു യുദ്ധം ചെയ്താർ. ഇതുപോലെ പണ്ടും ധാരാളം പേര് യുദ്ധത്തിനായിട്ട് വന്നിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുമുണ്ട്. അണ്ടർഗോൻ പുത്രൻ, അണ്ടർഗോൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, ദേവരാജനായ ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ പുത്രനായ വാലിയോട് പണ്ടും ധാരാളം യോദ്ധാക്കൾ വന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട്. കൊന്നാൻ കവീന്ദ്രൻ അവരുടെ എല്ലൊരു കൊന്നുപോലെ കിടക്കുന്നതു കാൺക നീ. അവരെയൊക്കെ ആ ബാലി വധിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാണ് ഒരു മല പോലെ ഇവിടെ കിടക്കുന്നത്. അത് കണ്ടാൽ മതി, തിരിച്ച് രാവണൻ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതും ചെയ്തില്ല. ബാലിയോടേൽക്കിൽ നീയും മരിച്ചിടും ഇക്കാലം അമൃതപാനം ചെയ്തിതാക്കിലും. നീ മരിക്കാതിരിക്കാൻ എത്ര അമൃത് കുടിച്ചിട്ടുണ്ടെങ്കിലും ബാലിയോടേറ്റാൽ മരണം നിശ്ചയം തന്നെയാണ്. ബാലിയുടെ പുത്രനാണ് പറയുന്നതെന്ന് പോലും രാവണൻ അറിയില്ല. വീമ്പിളക്കാണ് എന്ന് വിചാരിച്ച് രാവണൻ ഇനി എന്താ ചെയ്തെന്ന് നോക്കാം. മൃത്യു അടുത്തിനി പാർക്കരുതെന്ന് നിൻ ചിത്തത്തിൽ ഉണ്ടെങ്കിൽ വൈകാതെ ചെൽക്ക നീ. ഇനിയും നിനക്ക് മരണം അടുത്തു, മരിക്കണമെന്നുണ്ടെങ്കിൽ നീ വേഗം, ഇവിടെ ഞാൻ പറഞ്ഞ സമയം അരനിമിഷം പോലും പാർക്കണ്ട, അരനിമിഷം പോലും കാക്കണ്ട, വേഗം എങ്ങോട്ട് പോകണം? ദക്ഷിണവാരിധി തീരദേശത്തിങ്കൽ, തെക്കേ സമുദ്രതീരത്ത് പോയാൽ മതി. മർക്കട വീരനിരിക്കും ഇപ്പോളടോ. തെക്കേ സമുദ്രത്തിൽ തർപ്പണത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ആ സമുദ്രതീരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വാലിയെ കാണാം, നിനക്ക് സൗകര്യം പോലെ യുദ്ധം ചെയ്യാം. തത്രൈവ ചെന്നവൻ തന്നോടെതിരിട്ടു യുദ്ധവും ചെയ്തു മരിച്ചുകൊണ്ടാലും നീ. യുദ്ധം ചെയ്താൽ മരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നീ ആ തെക്കേ സമുദ്രതീരത്തിൽ സന്ധ്യാവന്ദനത്തിനിരിക്കുന്ന ബാലിയുടെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്ന് അദ്ദേഹമായിട്ട് യുദ്ധം ചെയ്യുക. മരണം ഉറപ്പാണ്, വേഗം ചെന്നാട്ടെ. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അല്ലേ? പക്ഷേ ഇതുവല്ലോ ആ രാവണനുണ്ടോ കേൾക്കുന്നു? ഇനി നമുക്ക് പാരായണം ചെയ്യേണ്ടത് രാവണ ബന്ധനമാണ്. താരനീ വണ്ണം പറഞ്ഞ വാക്യം കേട്ടു നേരെ തിരിച്ചു നടന്നിതു രാവണൻ. അല്പനിമിഷം, അരനിമിഷം പോലും കാക്കാൻ രാവണൻ തയ്യാറായില്ല. ഉടൻ തന്നെ രാവണൻ വാലിയെ ജയിക്കാനായിട്ട് രൂക്ഷത പൂണ്ടു സൈന്യങ്ങളോടും ചെന്ന് ദക്ഷിണവാരിധി തീരെ ഗമിച്ചപ്പോൾ ഹുങ്കാരത്തോടു കൂടി തൻ്റെ സൈന്യങ്ങളെയൊക്കെ ആ പുഷ്പകുമാനത്തിൽ കയറ്റി താനും കയറി നേരെ തെക്കേ സമുദ്രത്തിൻ്റെ തീരത്ത് വാലി
സന്ധ്യാവന്ദനം ചെയ്തിരിക്കുന്നിടത്തേക്ക് എത്തി. മർക്കടവീരനെ കാണായി തൽക്ഷണേ തെക്കുതിരിഞ്ഞിരുന്നിടുന്നതു നേരം. തന്നെ അവൻ കണ്ടില്ലെന്നു നിരൂപിച്ചു പിന്നൂടെ ചെന്നു പിടിച്ചാൻ ദശാനനൻ. വാലി അവിടെ തെക്കോട്ട് നോക്കി, തെക്കോട്ട് അഭിമുഖനായിരുന്ന് ധ്യാനത്തില മുഴുകിയിരിക്കുകയാണ്. ആ തക്കം നോക്കി രാവണൻ വിചാരിച്ചു, വാലി അറിയാതെ പിന്നിലൂടെ ചെന്നിട്ട് അവൻ്റെ വാലെ പിടിച്ച് ചുറ്റി നിലത്തടിച്ചവനെ വധിക്കാമെന്ന്. അങ്ങനെ പമ്മി വാലിയുടെ വാലയിൽ ചെന്ന് പിടിക്കാൻ തുടങ്ങി. എന്നെ പിടിപ്പാൻ വരുന്നതിവനെന്നു തന്നുള്ളിലോർത്തിരുന്നാൻ കപിശ്രേഷ്ഠനും. രാവണൻ തന്നെ പിടിക്കാൻ വരുന്ന കാര്യം വാലിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നാരദ മഹർഷി വാലിയെ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാവണനോടും പറഞ്ഞിരുന്നു, നീ ത്രികാല ത്രിലോക ജേതാവായിട്ട് ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ വാലി എന്ന അതിശക്തനായ മർക്കടശ്രേഷ്ഠനെ കൂടി ജയിക്കണം എന്ന് പറഞ്ഞതനുസരിച്ചാണ് രാവണൻ ഇപ്പോൾ വാലിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ വാലിയോടും നാരദൻ പറഞ്ഞിരുന്നു, രാവണൻ നിന്നെ ഇതുപോലെ പിന്നിലൂടെ വന്ന് വാലിൽ പിടിച്ച് നിന്നെ വധിക്കാനുള്ള ഒരു ഉദ്യമമുണ്ട്, നീ എന്താന്ന് വെച്ചാൽ ചെയ്തു വിട്ടേക്കണമെന്ന് വാലിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അങ്ങനെ ഇവിടെ വാലിക്ക് അറിയാം രാവണൻ തൻ്റെ പുറകിലൂടെ പമ്മി തൻ്റെ വാലിൽ വന്ന് പിടിക്കും എന്ന്. മന്ദമന്ദം ചെന്നടുത്ത നേരം വാലി തന്നുടെ വാൽ കൊണ്ടു പെട്ടെന്നു ചുറ്റിനാൻ. അങ്ങനെ രാവണൻ ഒരു കള്ളക്കടുവയെ പോലെ പമ്മി എങ്ങനെയാണ് ഇരയെ പിടിക്കാൻ പോകുന്നത്? പതുങ്ങിച്ചെന്ന് യാതൊരു ഒച്ചയും കൂടാതെ ആ വാലിയുടെ നീണ്ട വാലിൽ കയറി പിടിച്ചു. മുറുക്കി അങ്ങ് പിടിച്ചു. 20 കൈകളാണല്ലോ, 20 കൈ കൊണ്ട് മുറുക്കി പിടിച്ചു. അപ്പോഴേക്കും ആ വാലി തൻ്റെ വാലുകൊണ്ട് രാവണൻ്റെ കൈകളും കാലുകളും ശിരസ്സുകളും എല്ലാം കൂടെ ചേർത്തൊരു പന്ത് പോലെ അങ്ങ് ചുറ്റിയാണ്. പേടിച്ചെടുത്തിയിലെ രാക്ഷസന്മാരുമേ ഗാഠമായി ബന്ധിച്ചു തൂങ്ങിക്കിടക്കവേ. ദൃശ്യം നമ്മളൊന്ന് മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, ആശ്ചര്യജനകമെന്ന് വേണമെങ്കിൽ പറയാം, സന്തോഷമാണോ എന്താണേലും ആ വാലിയുടെ വാലിൽ ഒരു പന്ത് പോലെ രാവണൻ തൂങ്ങിക്കിടക്കുകയാണ്. ഇത് കണ്ട് രാക്ഷസന്മാരൊന്നും പേടിച്ച് അടുത്തോട്ട് വന്നില്ല, ഭയന്നുപോയി എല്ലാവരും. ദുശ്ചവനാത്മജൻ വേഗേന ചാടിനാൻ പശ്ചിമവാരിധി തന്നിൽ അവിടെയും തർപ്പണം ചെയ്തു വടക്കുമവണ്ണമേ കേൾപ്പോടു പൂർവാംബുരാശിയിലും ചെന്നു മർക്കടരാജൻ കുളിച്ചു ചാടിപ്പോന്നു കിഷ്കിന്ധബുക്കിരുന്നീട്ടിനാശ്രമം. ഉടൻ തന്നെ ആ ദക്ഷിണ സമുദ്രത്തിലെ തർപ്പണമൊക്കെ അവസാനിച്ചു. അവിടുന്ന് ഒരൊറ്റ ചാട്ടം എങ്ങോട്ടാണ്? ദുശ്ചവനാത്മജൻ ഇവിടെ പറഞ്ഞത്, ദുശ്ചവൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ, ദേവേന്ദ്രപുത്രനായ ബാലി. പശ്ചിമവാരിധിയിലേക്ക് ഒരൊറ്റ ചാട്ടം, പടിഞ്ഞാറേ സമുദ്രത്തിലേക്ക് ഒരു കുതിപ്പ്, അവിടെയും പോയി തർപ്പണം ചെയ്തു. വാലിൽ ഈ രാവണപ്രഭു കിടപ്പുണ്ട്. അവിടെ നിന്നും വടക്കേ സമുദ്രത്തിലും അതുപോലെ ചെയ്തു.
അതിനുശേഷം കെൽപ്പോട് പൂർവാംബുരാശിയിലും കിഴക്കേ സമുദ്രത്തിലും തർപ്പണം ചെയ്തു. അങ്ങനെ 4 സമുദ്രത്തിലെ സന്ധ്യാവന്ദനമൊക്കെ അവസാനിച്ചു. കിഷ്കിന്ധബുക്കിരുന്നിടിനാൻ ആശ്രമം. തൻ്റെ രാജധാനിയിലെത്തി. ആശ്രമം, യാതൊരു ശ്രമവും ഇല്ലാതെ തൻ്റെ വാലിൽ ഇങ്ങനെ ഒരു സംഗതി കിടക്കുന്ന കാര്യം പോലും വാലിക്ക് അറിയുക തന്നെ ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. ഭോജനവും കഴിച്ച് ആനന്ദചിത്തനായി പൂജിതനായി വസിച്ചിടും ദശാന്തരേ. അങ്ങനെ തർപ്പണമൊക്കെ അവസാനിച്ച് വന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവേന്ദ്രനന്ദനൻ ചോദിച്ചിതാദരാൽ രാവണൻ തന്നോട് മന്ദസ്മിതാന്വിതം. ആക്ച്വലി യഥാർത്ഥത്തിൽ തൻ്റെ വാലിൽ കിടക്കുന്നത് ആരെയും അറിയിക്കാതെയാണ് അവിടെ എത്തിയത്. തൻ്റെ അനുചരന്മാരാണ് സ്വാമിയുടെ വാലിൽ എന്തോ ഒരു എന്തോ ഒരു ജീവി ഉണ്ട്, പറ്റിപ്പിടിച്ച് കിടക്കുന്നു, പുഴുവാണോ എന്താണോ അറിയില്ല, അതിനെ കുത്തുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും അവരാണ് ബാലിയെ ഈ വിവരം ധരിപ്പിച്ചതെന്ന് പറയുന്നു. പക്ഷേ അതിവിടെ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ഊണുമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് രാവണനോട് ബാലി ചോദിക്കുകയാണ്, ആരെടോ നീ എന്തിവിടെ അകപ്പെട്ടതാരും നിനക്കൊരു ബന്ധുവില്ലാഞ്ഞിതോ? നീ ആരാണ്? എങ്ങനെ ഈ വാലിൽ വന്ന് പെട്ടു? നിനക്കാരും ബന്ധുക്കളാരും ഇല്ലേ എന്ന് രാവണനോട് ചോദിച്ചു. രാവണനാകുന്ന പൗലസ്ത്യനേഷ ഞാൻ ഏവമൻ കർമ്മദോഷത്താൽ അകപ്പെട്ടു. അവിടെയും പുലസ്ത്യൻ്റെ പേരാണ് പറഞ്ഞത്. രക്ഷപ്പെടാൻ അങ്ങനെയാണല്ലോ, നമുക്കും രക്ഷപ്പെടണമെങ്കിൽ ആരെങ്കിലും ആശ്രിതന്മാരുടെ അത്രയ്ക്ക് മഹാന്മാരായ ആരെങ്കിലും പേര് പറഞ്ഞിട്ടാണ് രക്ഷപ്പെടുന്നത് പലയിടത്തും. അപ്പോൾ ഇവിടെയും പുലസ്ത്യനെ പറ്റി പറഞ്ഞു. പുലസ്ത്യൻ്റെ ചെറുമകനാണ് ഞാൻ എന്നും പറഞ്ഞു. ലങ്കാധിപതിയാണ്. എൻ്റെ കർമ്മദോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ അബദ്ധം സംഭവിച്ചതാണ്. വിഖ്യാതനായ ഭവാനോട് എനിക്കിനി സഖ്യമുണ്ടാകുകയും വേണം വിശേഷിച്ചും. അങ്ങ് ഞാൻ സമ്മതിച്ചു, അങ്ങേ വളരെ കീർത്തി കേട്ടവനാണ്, ശക്തിശാലിയാണ്. അങ്ങയോട് എനിക്ക് സഖ്യം ആണ് വേണ്ടുന്നത്, ശത്രുതയല്ല. ശത്രുത കൊണ്ട് ജയിക്കാൻ സാധിക്കില്ലെങ്കിൽ അവനെ ആശ്രയിക്കുക, അവനെ സഖിയാക്കുക, കൂടെ കൂട്ടുക. അങ്ങനെ ഒരു ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രമാണ് ഇവിടെ രാവണൻ പ്രയോഗിച്ചത്. ബാലിയെ തൻ്റെ സഖിയാക്കുക. കിഷ്കിന്ധയും മമലങ്ക നഗരവും ഒക്കും ഇരുവർക്കും ഒന്നായിരിക്കണം. നമ്മൾ രണ്ടും ഒന്നായി തന്നെ കഴിയണം ഇനിമേലിൽ. കിഷ്കിന്ധ രാജ്യവും ലങ്കാരാജ്യവും മിത്രരാജ്യങ്ങളായിരിക്കും. പാകിസ്ഥാനും ഇന്ത്യയും പോലെ ആയിരിക്കില്ല, മിത്രരാജ്യങ്ങളായിരിക്കും. പാവകൻ തന്നെയും സാക്ഷിയാക്കിക്കൊണ്ട് രാവണനോട് സഖ്യം ചെയ്തു ബാലിയും. ബാലി ശരി ആയിക്കോട്ടെ, നമുക്ക് എന്താ വിഷമം. അങ്ങനെ അഗ്നിസാക്ഷിയായിട്ട് രാവണനും ബാലിയും ആജീവന അന്തം സഖികളായിട്ട്, പരസ്പരം മിത്രമായിട്ട്, സ്നേഹിതന്മാരായിട്ട്, 2 രാജ്യങ്ങളും മിത്രരാജ്യങ്ങളായിട്ട് കഴിയാമെന്നുള്ള സഖ്യം, അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കി. കിഷ്കിന്ധയിൽ 1 മാസം ഇരുന്നിതു രക്ഷോവരന്മാരുമായി ദശകന്ധരൻ. അങ്ങനെ തൻ്റെ അതിഥിയായി 1 മാസം ആ കിഷ്കിന്ധാപുരിയിൽ രാവണനും അനുചരന്മാരും വസിച്ചു.
യാത്രയും ചൊല്ലി പുറപ്പെട്ടിതു പിന്നെ രാത്രിഞ്ചരേന്ദ്രൻ പടയോടുകൂടവേ. ഒരു മാസത്തിന് ശേഷം അതിഥിയെ രാജകീയമായിട്ട് തന്നെ യാത്ര അയപ്പിച്ചു. രാവണൻ ബാലിയോട് യാത്ര ചൊല്ലി ലങ്കയിലേക്ക് യാത്രയായി. ഇത്രയെല്ലാം ബലമുള്ള കപീന്ദ്രനെ ധാത്രീതലെ ധർമ്മരക്ഷ വരുത്തുവാൻ ക്ഷിപ്രമൊരു ശരം കൊണ്ടു വധിച്ചതും ചിൽപുരുഷ പുരുഷോത്തമ നീ തന്നെ. ഇത്രയധികം ബലമുള്ള ആ ബാലിയെ ലോകത്തിൽ ധർമ്മം രക്ഷിക്കാനായിട്ട് ഒരൊറ്റ ശരം കൊണ്ട് അങ്ങ് വധിച്ചില്ലേ? ആ വധിച്ച ചിൽപുരുഷോത്തമ എന്ന് പറയുന്നത് ആരാണ്? അഗസ്ത്യമുനി കഥ പറയുകയാണല്ലോ ശ്രീരാമനോട്. അപ്പം ആ ബാലിയെ വധിച്ചത് നീ തന്നെയാണ്, പരംപുരുഷ എന്ന് പറയുകയാണ്. നിർഘൃണനായ ദശാസ്യൻ മഹീപതിവർഗത്തെയും ജയിച്ച ആത്മോദയത്തോടും ചെന്നു ലങ്കാപുരി തന്നിൽ വാണിടിനാൻ വന്നിതു പൗരജനത്തിനു സൗഖ്യവും. പിന്നീട് നിർഘൃണനായ, യാതൊരു നന്ദിയുമില്ലാത്ത, നന്ദി കെട്ടവനായ ആ രാവണൻ ദശാസ്യൻ ലോകത്തിലുള്ള മറ്റ് രാജാക്കന്മാരെയൊക്കെ ജയിച്ചിട്ട് ജയിക്കാൻ പറ്റാത്തവരെയൊക്കെ അവൻ മിത്രമാക്കി. അപ്പോൾ അവരെ കൊണ്ടും ശല്യമില്ല. ആ ലങ്കയിൽ ചെന്ന് സന്തോഷത്തോടു കൂടി ഇങ്ങനെ വസിച്ചു. ആ ലങ്കാരാജ്യത്തുള്ള ജനങ്ങൾക്കും ആമോദമായി, അവർക്ക് സൗഖ്യമുണ്ടായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പാരായണം ചെയ്ത് പഠിക്കുവാനുള്ളത് നാരദ രാവണ സംഭാഷണമാണ്. അത് അടുത്ത ദിവസമാകാം. എല്ലാ സജ്ജനങ്ങൾക്കും ആ പൗരജനങ്ങളെപ്പോലെ തന്നെ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.